തിരുവനന്തപുരത്ത് വാഹനം ഓടിച്ചു പഠിക്കുന്നവർക്കും ലൈസൻസ് കിട്ടിയ ശേഷം ഒന്ന് ഓടിച്ച് കൈതെളിയാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ റോഡാണിത്. ആ റോഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ഇതേപോലുള്ളൊരു ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിച്ച് ഇൻഡിക്കേറ്റർ ഇടണം. അതുപോലെ മുന്നിലുള്ള വാഹനങ്ങളെ കടത്തിവിട്ട ശേഷം മാത്രമേ നമ്മൾ റോഡിലേക്ക് പ്രവേശിക്കാവൂ. അടുത്തതായി മുന്നിലുള്ളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അത് ക്വിക്കായിട്ട് പൂർത്തിയാക്കുക. അതുപോലെ മുന്നിലുള്ള വാഹനത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം നമ്മൾ ഓവർടേക്കിംഗ് പൂർത്തിയാക്കാൻ. ബ്ലൂടൂത്ത് എനേബിൾഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ കോളുകൾ വരുന്നത് നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ കോളുകൾ റിജക്റ്റ് ചെയ്യാറാണ് പതിവ്. ഈ റോഡിൽ കുറച്ചു ദൂരം ചെന്നിട്ട് എനിക്ക് വലതുവശത്തേക്ക് തിരിയാനുണ്ട്. മിറർ നോക്കി സേഫ്റ്റി ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം സെൻട്രൽ ലൈനിലേക്ക് കൊണ്ടുപോകുന്നു. പുറകിലെ വാഹനങ്ങൾ ഇടതുവശം വഴി പോയിക്കോളും. എത്തേണ്ട സ്ഥലം എത്തുമ്പോൾ ഞാൻ എൻ്റെ വാഹനം നിർത്തി മുന്നിലെ വാഹനങ്ങളെ കടത്തിവിട്ട ശേഷം എൻ്റെ ടേണിംഗ് പൂർത്തിയാക്കുന്നു. അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് പോകാം. ഞാനിതുവരെയും GPay ഉപയോഗിച്ചിട്ടില്ല. ക്യാഷാണ് എല്ലാറ്റിനും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇടയിൽ എത്ര പേരുണ്ട് അങ്ങനെ ക്യാഷ് ഉപയോഗിക്കുന്നവർ? പിന്നെ പെട്രോൾ അടിച്ചതിൻ്റെ ബില്ല് കൃത്യമായി വാങ്ങിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് വലത്തേക്കുള്ള ടേണിങ്ങിനെ കുറിച്ചാണ്. പല ആളുകളും ഇടതുവശം ചേർത്ത് വണ്ടി കൊണ്ട് നിർത്തി വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ടേൺ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പുറകിലെ വാഹനങ്ങൾ വന്ന് നിർത്തേണ്ടി വരും. ശരിക്കും അത് തെറ്റായൊരു രീതിയാണ്. മുന്നിലെ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് പോയാൽ എനിക്ക് ഹൈവേയിലേക്ക് കയറാം. കല്ലുവട്ടാംകുഴി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. കോവളം മുതൽ കന്യാകുമാരി പോകുന്ന ഹൈവേ ആണിത്. എന്തായാലും കന്യാകുമാരി വരെ ഈ റോഡ് എത്തുന്നില്ല. പക്ഷേ നല്ലൊരു ലോങ് സ്ട്രെച്ച് നമുക്ക് ഓടിച്ച് പഠിക്കാനായിട്ട് ഈ റോഡിൽ സാധിക്കും. കണ്ടില്ലേ, നല്ല സൂപ്പർബായിട്ടുള്ള റോഡാണിത്. ഈ റോഡിൽ ഒരു സ്ഥലത്തും കുണ്ടും കുഴികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡ്. ഈ റോഡിൽ സ്ഥിരമായി പോകുന്ന ഞാൻ ഒരിക്കലും ട്രാഫിക് ബ്ലോക്ക് കണ്ടിട്ടില്ല. വൈകുന്നേരമായതുകൊണ്ടാണ് ഇത്രയെങ്കിലും വാഹനങ്ങൾ ഇവിടെ ഉള്ളത്. അല്ലാത്ത സമയത്ത് റോഡ് പലപ്പോഴും എംറ്റി ആയിരിക്കും. ടൗണിലെ തിക്കും തിരക്കിൽ വാഹനം ഓടിച്ച് പഠിക്കുന്നവർ തീർച്ചയായിട്ടും അങ്ങനെയും പഠിക്കാനുണ്ട്. പക്ഷേ ഒന്ന് റിലാക്സ് ചെയ്ത് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റോഡിലേക്ക് തീർച്ചയായും വരാം. പുതിയ വണ്ടി എടുക്കുന്ന ആളുകൾക്കും ഒന്ന് കൈകൊടുത്ത് ഓടിക്കാൻ അറ്റ് യുവർ ഓൺ റിസ്ക് ഈ റോഡിലേക്ക് വരാം. കാരണം ഈ വഴിയിൽ ഒരു സ്ഥലത്തും ക്യാമറകളൊന്നും വെച്ചിട്ടില്ല. പിന്നെ ചില സമയത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പീഡ് പിടിക്കുന്ന വണ്ടി കാണാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. അമിത വേഗതയെടുത്ത് ആരും ഓടിക്കേണ്ട ആവശ്യമില്ല. വളരെ സമാധാനമായിട്ട് നമുക്കിവിടെ ലിമിറ്റിൻ്റെ അകത്ത് തന്നെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇനി അല്പം സ്പീഡ് കുറഞ്ഞാലും ഇടതുവശത്ത് കൂടി പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ വലതുവശം വഴി കയറിപ്പോയിക്കോളും. ഇതുവഴി തീരെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സാധ്യമാവുന്നത്. പിന്നെ മെയിൻ ജംഗ്ഷനുകൾ എത്തുമ്പോൾ ഇതുപോലെ ബാരിക്കേഡുകൾ കാണാം. നമ്മൾ വാഹനത്തിന് വേഗത കുറയ്ക്കണം. അതുപോലെ ഈ ജംഗ്ഷനിലെ റോഡിൽ നമുക്ക് യെല്ലോ ബോക്സുകൾ കാണാം. അതായത് മുന്നോട്ടുള്ള വഴി ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ യെല്ലോ ബോക്സിലേക്ക് എൻ്റർ ചെയ്യാവൂ. ഇവിടെ വാഹനം നിർത്താനും പാടില്ല. മുന്നോട്ട് ഓടിച്ചു പോയി യെല്ലോ ലൈൻസിൽ നിന്നും എക്സിറ്റ് ചെയ്യുക. ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളിൽ ഈ യെല്ലോ ബോക്സിൽ നിർത്തിയാൽ ഫൈനും കിട്ടും. എന്തായാലും ഈ റോഡിൽ ഞാനതൊന്നും കണ്ടിട്ടില്ല. വളരെ സ്മൂത്തായി നമുക്ക് വാഹനം ഓടിച്ച് പഠിക്കാനും അത്യാവശ്യം എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു റോഡാണിത്. 15 കിലോമീറ്ററിന് മേലെ ഒരു ലോങ് സ്ട്രെച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡിലൂടെ വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മിറർ നോക്കുക, ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുക, സേഫ്റ്റി ഉറപ്പാക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.